CBC ബോർഡ് എക്സാമിന്റെ 2025 മറ്റൊരു ചോദ്യമാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് a so that f of x equal to 2x square minus ax plus 3 is an increasing function on 2 to 4. ഓക്കെ, സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എയുടെ ലീസ്റ്റ് വാല്യൂ ആണ്. എങ്ങനെയുള്ളതാണ്? ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ആകുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ നമ്മളിത് അടുത്ത ടോപ്പിക്കിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ അടുത്തൊരു ടോപ്പിക്കാണ്. നേരത്തെ നമ്മൾ ക്വാണ്ടിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. സോ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ടിപ്പ് എന്ന് പറയുന്നത്, മക്കളെ, ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും മക്കളെ? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇൻക്രീസിങ് എന്ന് മാത്രം പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം നിർബന്ധമായിട്ടും. ഇനി അടുത്തൊരു ഫംഗ്ഷൻ ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം മക്കളെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ മാത്രം വരണം. ഇതാണ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗിന്റെ കേസിൽ നിങ്ങൾ അറിയേണ്ടത്. ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇൻക്രീസിംഗ് ആണ് ഡിക്രീസിംഗ് ആണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എടുക്കുക. അതാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ചോദ്യത്തിലോട്ട് വരാം മക്കളെ. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ആണ് ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 2x സ്ക്വയർ. 2 into x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x ആണ്. സോ 2 into 2x 4x. അടുത്ത് മൈനസ് ax. ax-ന്റെ ഡെറിവേറ്റീവ് a കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ മൈനസ് a. x-ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് 3 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. സോ 0. സോ ഈ ഒരു രീതിക്കാണ് വരുന്നത്. ഇത് നമുക്ക് എന്തറിയാം? ഇൻക്രീസിംഗ് ആയതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ 4x മൈനസ് a ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. a നമ്മൾ അപ്പുറത്തോട്ട് എടുത്ത് എന്ത് പറയാം? a ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x. 4x-നെ കാട്ടി ചെറുതായിരിക്കണം a എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് വരുന്നത്. 2-നും 4-നും ഇടയ്ക്കാണ് എയുടെ വാല്യൂസ് വരുന്നത്. 2 എടുക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 വരും 2 എടുക്കുമ്പോൾ. 2-ന്റെ കേസ് വരുമ്പോൾ. അടുത്ത് 4-ന്റെ കേസ് വരുമ്പോഴോ മക്കളെ? 4-ന്റെ കേസ് വരുമ്പോൾ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 into 4 16. സോ a നമുക്ക് വരുന്നത് a 8-നെ കാട്ടിയും ചെറുതാക്കി. എല്ലാത്തിനും ട്രൂ ആയിരിക്കണം. എല്ലാ കേസുകളിലും ഇതിന്റെ ഇടയ്ക്കുള്ള ഏതൊരു എക്സ് കൊടുത്താലും എന്താണ്? ഫംഗ്ഷൻ ഇൻക്രീസ് ആവണം. സോ a 8-നെ കാട്ടിയും ചെറുതായിരിക്കണം. അതുപോലെ 16-നെ കാട്ടിയും ചെറുതായിരിക്കണം. 2-നെ കാട്ടിയും ചെറുതായിരിക്കണം. സോ നമ്മുടെ ഗ്രാഫ് ഇവിടെ നോക്കിക്കടാ. നമ്പർ ലൈൻ, ജസ്റ്റ് ഒരു നമ്പർ ലൈൻ നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഇവിടെ 8 ഉണ്ട്, ഇവിടെ 16 ഉണ്ട്. ഇതിനെക്കാട്ടി ചെറുതായിരിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്, ഇതിനെക്കാട്ടി ചെറുതായിരിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ഇതിന്റെ കോമൺ റീസൺ ഏതാണ്? 8-നെ കാട്ടി ചെറുതായിരിക്കണം. സോ നമുക്ക് ഇവിടെ നിന്ന് പറയാം a ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. സോ എയുടെ വാല്യൂ എന്തായിരിക്കണം മക്കളെ? 8-നെ കാട്ടി ചെറുതായിരിക്കണം. സോ എന് ഒരു അപ്പർ ബൗണ്ട് ആണ് 8 എന്ന് പറയുന്നത്. സോ എന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 8 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ചോദ്യം എന്താണ് മക്കളെ? ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എ. എന് വരാൻ പറ്റുന്ന മിനിമം വാല്യൂ ആണ്. ഇവിടെ മിനിമം വാല്യൂ പറയാൻ പറ്റുമോ? ഇല്ല. -∞ to 8 വരാം. സോ എക്ക് ഏത് വാല്യൂ പറ്റുമോ? ഏത് വരെ വരാം? -∞ to 8 വരെ വരാം. ഏത് വേണോ വരാം. സോ ലീസ്റ്റ് വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് പറയാം ഹിയർ a does not have a minimum value. ഒരു മിനിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. എത്ര താഴെ വരെ വേണോ വരാം. മാക്സിമം ആണ് ഇവിടെ ചോദിച്ചത്. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് എ എന്നാണ് ചോദിച്ചെങ്കിൽ, ഓർ ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് എ എന്നാണ് ചോദിച്ചെങ്കിൽ നമുക്ക് 8 എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ ലീസ്റ്റ് ചോദിച്ചുകൊണ്ട് നമ്മൾ എഴുതുക ദർ ഇസ് നോ മിനിമം വാല്യൂ ഫോർ എ. അടുത്തത് നമുക്ക് അടുത്ത ചോദ്യത്തിൽ നോക്കാം. എന്താണ്? CBC 2025 മറ്റൊരു ചോദ്യം. ഇതിന്റെ മറ്റേ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നൊരു ചോദ്യമാണിത്. ഇഫ് f of x equal to x plus 1 by x, x greater than or equal to 1, show that the function is an increasing function. സെയിം ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ഫംഗ്ഷന്റെ കേസാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് കേസുകളിൽ വരുന്ന ഒന്നുകിൽ അത് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതാണെന്ന് പറഞ്ഞിട്ട് എയുടെയോ ബിയുടെയോ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പൊ ആ രണ്ട് മോഡലുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേടാ, ഇൻക്രീസിംഗ് ആണോ ചെക്ക് ചെയ്യുക. ഇൻക്രീസിംഗ് ആണോ ചെക്ക് ചെയ്യുക എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക. സോ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ പറയുന്നത് മക്കളെ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1/x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x² ആണ്. x raised to -1. x raised to -1 ഡെറിവേറ്റീവ് എന്ത് വരും? -1 x raised to -1 plus -1 -2 ആകും. സോ -1 x raised to -2 അഥവാ -1/x². 1/x-ന്റെ ഡെറിവേറ്റീവ് -1/x² എന്ന് പഠിച്ചു വെച്ചാലും മതി. സോ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇനി നമുക്ക് തന്നിട്ടുള്ള സാധനം എടുക്കാം. ഡൊമെയിൻ നോക്കാം. ഡൊമെയിൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ. അപ്പൊ ഇത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്.
ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് ഇത് എന്താണ്, ഇതിനെക്കാട്ടി വലുതാണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് മക്കളെ, ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കിക്കേ മക്കളെ, എന്താ ഡൊമൈൻ പറഞ്ഞിട്ടുള്ള എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് 1-നെക്കാട്ടി വലുതായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, എക്സ് സ്ക്വയർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുമ്പോഴോ 1/x² എന്തായിരിക്കും മക്കളെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, 1/x² 1-നെക്കാട്ടി ചെറുതായിരിക്കും. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാടാ മക്കളെ, ഇതിനെ നമുക്ക് നേരെ അപ്പുറത്തോട്ട് എടുത്താൽ എന്ത് കിട്ടും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/x². അഥവാ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം മക്കളെ, 1 മൈനസ് 1/x² ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ഈ 1/x² അപ്പുറത്തോട്ട് എടുത്തു. ഓക്കെ, ഇനി നമുക്കിത് പറയാം, ഇതെന്താണ് മക്കളെ, ഇതല്ലേ നമ്മളുടെ ഫംഗ്ഷൻ എഫ് ഡാഷ് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം വിച്ച് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് 0-നെക്കാട്ടി വലുതായിരിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നാൽ നമുക്ക് എന്ത് പറയാം, therefore എഫ് ഈസ് ഇൻക്രീസിങ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, സോ ആ ഒരു മോഡലാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത മോഡൽ ടൈപ്പ് ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.